ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലെ ഫ്രോഗ് എന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ നമ്മൾ ഫ്രോഗിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫ്രോഗിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ഫ്രോഗിന്റെ ഇമേജ് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് അതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഫ്രോഗിന്റെ ഈ സ്കിന്നിനെ കുറിച്ച് പറയാം. ഫ്രോഗിന്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള വഴുവഴുപ്പുള്ളതും സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നായിരിക്കും ഫ്രോഗിനുള്ളത്. അതിന് കാരണം ഇവരുടെ സ്കിന്നിൽ മൊത്തമായിട്ട് ഒരു മ്യൂക്കസ് കാണാൻ പറ്റും. മ്യൂക്കസ് എന്ന് പറയുന്നത് വഴുവഴുപ്പുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അങ്ങനെ ആ വഴുവഴുപ്പുള്ള ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ടാണ് ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ആയിട്ട് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ ഫ്രോഗിന്റെ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോയിസ്റ്റ് ആയി, എപ്പോഴും അതിന്റെ ശരീരത്തിൽ ഈർപ്പം ഉള്ള അവസ്ഥയിലാണ് അവരുടെ സ്കിന്ന് കാണാൻ പറ്റുന്നത്. അതിനെ നമുക്ക് ഫ്രോഗിന്റെ ഈ കളർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡോർസൽ സൈഡിൽ അതിന്റെ പുറം ഭാഗത്തായിട്ട് വരുന്നത് ഒലീവ് ഗ്രീൻ കളറിലായിരിക്കും. അതായത് ഈ ഒരു കളറിലായിരിക്കും ഇതിന്റെ പുറം ഭാഗം കാണാൻ പറ്റുന്നത്, അതായത് ഡോർസൽ സൈഡ് കാണാൻ പറ്റുന്നത്. എന്നാൽ ഉള്ളിൽ വരുന്ന അടിവശത്തേക്ക് വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒരു പെയിൽ യെല്ലോ കളറിലായിട്ട്, ഒരു ഇളം മഞ്ഞ കളറിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല ഇതിന്റെ ഈ ഒലീവ് ഗ്രീൻ കളർ വരുന്ന ഡോർസൽ സൈഡിൽ ഡാർക്ക് ഇറഗുലർ ആയിട്ടുള്ള സ്പോട്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇതുപോലെയുള്ള സ്പോട്സ് കാണാൻ പറ്റും. ഈ ഫ്രോഗിന്റെ സ്കിന്നിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസം ആണ് ഫ്രോഗ് എങ്കിലും അവരൊരിക്കലും വെള്ളം ഡ്രിങ്ക് ചെയ്യില്ല. അവർ വെള്ളം വായിലൂടെ കുടിക്കുന്നില്ല. ഇവർ എപ്പോഴും വാട്ടർ സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യുകയായിരിക്കും. ദാറ്റ് ഈസ് ദ ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ ദ സ്കിൻ. ഇനി നമുക്ക് ഈ ഫ്രോഗിന്റെ കംപ്ലീറ്റ് ബോഡി ഒന്ന് അനലൈസ് ചെയ്യാം. ഫ്രോഗിന്റെ ബോഡി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഹെഡ് ആൻഡ് ട്രങ്ക്. ഇത്രയും ഭാഗത്തിന് ഹെഡ് എന്ന് പറയും, അതിന് താഴേക്ക് വരുന്ന ഈ കംപ്ലീറ്റ് പോർഷന് ട്രങ്ക് എന്ന് പറയും. ഈ ഫ്രോഗിന് നെക്ക് അല്ലെങ്കിൽ ടെയിൽ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ആബ്സെന്റ് ആയിരിക്കും. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അവർക്ക് മൗത്ത് കാണാൻ പറ്റും. ഈ മൗത്തിന് മുകളിലായിട്ട് രണ്ട് നോസ്ട്രിൽ കാണാൻ പറ്റും. ഫ്രോഗിൽ നമുക്ക് നോസ്ട്രിൽസ് ആണ് കാണാൻ പറ്റുന്നത്, നോസ് കാണാൻ പറ്റില്ല. നോസും നോസ്ട്രിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നോസിന്റെ ഈ ഓപ്പണിങ്ങിനെയാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അപ്പം ഫ്രോഗ്സിന് നോസ്ട്രിൽസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. പിന്നീട് ഇവരുടെ ഐസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഐസ് എന്ന് പറയുന്നത് ബൾജ്ഡ് ആയിരിക്കും, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പോലെ ആയിരിക്കും ഇവരുടെ ഐസ് കാണാൻ പറ്റുന്നത്. ഇവരുടെ ഐസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ കാണാൻ പറ്റും. ഈ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത് യൂഷ്വലി ഇവർ വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവരുടെ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ കാണുന്നത്. പിന്നീട് ഇവരുടെ കണ്ണിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട്, അതായത് കണ്ണിന് പുറകിലായിട്ട് നമുക്ക് ഒരു മെംബ്രെയിൻ കാണാം. അതിനെയാണ് ടിംപാനം എന്ന് പറയുന്നത്. ടിംപാനം എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ ടിംപാനം എന്ന് പറയുന്നത് ഇയർ ഡ്രം ആണ്, അതായത് ചെവിയുടെ പാട എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ടിംപാനം. അപ്പം ഈ ഫ്രോഗ്സിന് എക്സ്റ്റേണൽ ഇയർ, അതായത് പിന്ന ഒന്നും കാണാൻ പറ്റില്ല. ഇവർക്ക് ഈ ടിംപാനം മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഈ ടിംപാനം ആണ് ഇവരുടെ ഇയർ എന്ന് പറയുന്നത്. ഇപ്പൊ ടിംപാനം എന്തിനു വേണ്ടിയാ ഹെൽപ്പ് ചെയ്യുന്നത്? അവർക്ക് കേൾക്കുന്നതിന് വേണ്ടി. ദാറ്റ് ഈസ് ദേ റിസീവ് സൗണ്ട് സിഗ്നൽസ്. പിന്നീട് ഇവരുടെ ലിംസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർ ടെട്രാപോഡയിൽ വരുന്നവരാണ്, അതായത് 4 ലിംസ്, 4 ലിംസ് ആണ് ഇവർക്ക് കാണാൻ പറ്റുന്നത്. 2 പേരായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്, 4 ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ്. ഫ്രണ്ടിൽ വരുന്ന 2 ലെഗ്സിനെ 4 ലിംസ് എന്ന് പറയുന്നു, പുറകിൽ വരുന്ന 2 ലെഗ്സിനെ ഹൈൻഡ് ലിംസ് എന്ന് പറയുന്നു. ഈ 4 ലിംസും ഹൈൻഡ് ലിംസും എന്തിനൊക്കെ വേണ്ടിയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് സ്വിമ്മിങ്, വാക്കിംഗ്, ലീപ്പിംഗ് ആൻഡ് ബറോവിങ്. അതായത് നീന്തുന്നതിന് വേണ്ടിയിട്ടും നടക്കുന്നതിന് വേണ്ടിയിട്ടും. ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, തവള ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ലീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ബറോവിംഗ്, മാളങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പഠിച്ചു. ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ, 2 പ്രോസസ്സുകൾ ഈ ഫ്രോഗ്സിൽ കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാ? വിന്ററിൽ നിന്നും സമ്മറിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന, രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അത്തരം സമയങ്ങളിൽ അവരെന്താ, വലിയ ഡീപ്പ് ബറോസ് ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ ഈ ബറോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരുടെ 4 ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ് ആയിരിക്കും. ഇതിൽ 4 ലിംസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈൻഡ് ലിംസിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആയിരിക്കും, തിൻ ആയിരിക്കും. എന്നാൽ ഹൈൻഡ് ലിംസ് എന്ന് പറയുന്നത് ലാർജ് ആൻഡ് മസ്കുലാർ ആയിരിക്കും. ഈ 4 ലിംസിൽ 4 ഡിജിറ്റ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്, അതായത് 4 വിരലുകളായിരിക്കും കാണാൻ പറ്റുന്നത്. എന്നാൽ ഹൈൻഡ് ലിംസിൽ, പുറകിൽ വരുന്ന കാലുകളിൽ 5 ഡിജിറ്റ്സ്, 5 വിരലുകൾ കാണാൻ പറ്റും. ഈ 4 ലിംസിലെയും ഹൈൻഡ് ലിംസിലെയും ഡിജിറ്റുകളുടെ പ്രത്യേകത, അവരുടെ വിരലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വെബ്ഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് പരസ്പരം കണക്റ്റഡ് ആയിട്ട് ഇതുപോലെ
ഇതുപോലെ ആയിരിക്കും ഇവരുടെ ഡിജിറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഈ ഡിജിറ്റ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് സ്വിം ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഈ വെബ്ഡ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫീറ്റ്സ് ഹാവ് വെബ് ഡിജിറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. ഇനി ഇവരുടെ ഫ്രോഗ്സിൽ കാണാൻ പറ്റുന്ന സെക്ഷൽ ഡൈമോർഫിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഡൈമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഇവരുടെ വലുപ്പത്തിലും മോർഫോളജിക്കൽ ഫീച്ചേഴ്സിലും അപ്പിയറൻസിലും ഒക്കെ ഡിഫറൻസിനെയാണ് ഡൈമോർഫിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ മയിലിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആൺമയിലും പെൺമയിലും തമ്മിൽ എക്സ്റ്റേണൽ അപ്പിയറൻസിലും അവരുടെ സൈസിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരേ സ്പീഷീസിൽ പെടുന്ന മെയിലിന്റെയും ഫീമെയിലിന്റെയും ബോഡിയിലെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൊക്കെ ഉള്ള ഡിഫറൻസിനെയാണ് ഡൈമോർഫിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രോഗ്സിലും നമുക്ക് ഡൈമോർഫിസം കാണാൻ പറ്റും. യൂഷ്വലി ഫീമെയിൽ ഫ്രോഗ്സ് എന്ന് പറയുന്നത് വലുതായിരിക്കും, മെയിൽ ഫ്രോഗ്സ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഇത് നമുക്കൊരു കമ്പാരിസണിലൂടെ പഠിക്കാം. ഈ മെയിൽ ഫ്രോഗ്സിൽ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോക്കൽ സാക്ക് പ്രസന്റ് ആയിരിക്കും, എന്നാൽ ഫീമെയിൽസിൽ ഈ വോക്കൽ സാക്ക് ആബ്സെന്റ് ആയിരിക്കും. അപ്പം ഈ കാണുന്നതിനെയാണ് വോക്കൽ സാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവര് മെയിൽസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾക്കാൻ പറ്റുന്നത് ഈ വോക്കൽ സാക്കിന്റെ പ്രസൻസ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മേറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇതുകൂടാതെ മെയിൽ ഫ്രോഗ്സിൽ കോപ്പുലേറ്ററി പാഡ് കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റുന്നത് ഈ 4 ലിംസിലുള്ള ഫസ്റ്റ് ഡിജിറ്റിലായിരിക്കും. ഫ്രണ്ടിൽ വരുന്ന കാലുകളിൽ കാണുന്ന ആദ്യത്തെ വിരലിലായിരിക്കും ഈ കോപ്പുലേറ്ററി പാഡ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്ട്രക്ചറും ഫീമെയിൽ ഫ്രോഗ്സിൽ ആബ്സെന്റ് ആയിരിക്കും. ഈ കോപ്പുലേറ്ററി പാഡ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? മേറ്റിങ്ങിന്റെ സമയത്ത് ഫീമെയിൽസിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോപ്പുലേറ്ററി പാഡ് മെയിൽസിൽ കാണാൻ പറ്റുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അനാട്ടമി ഓഫ് ഫ്രോഗ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫ്രോഗിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഫ്രോഗിന്റെ സ്കിന്നിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രോഗിന്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ആയിരിക്കും. അതിന്റെ കാരണം ഇവരുടെ ബോഡിയിലുള്ള മ്യൂക്കസ് ആണ്. ഈ മ്യൂക്കസ് ഉള്ളതുകൊണ്ടാണ് ഇവരുടെ ഫ്രോഗിന്റെ ബോഡി ഇങ്ങനെ വഴുവഴുപ്പുള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതുകൂടാതെ ഇവരുടെ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ ഫ്രോഗിന്റെ ബോഡി അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലും 2 ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും. അപ്പർ പാർട്ടിൽ അതായത് ഡോർസൽ സൈഡിൽ ഇത് ഒലീവ് ഗ്രീൻ കളറിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ അപ്പർ പാർട്ടിൽ ഈ ഡോർസൽ സൈഡിൽ ഇവരുടെ ബോഡിയിൽ തന്നെ കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് കാണാൻ പറ്റും. വെൻട്രൽ സൈഡിലെ സ്കിൻ എന്ന് പറയുന്നത് യൂണിഫോംലി പെയിൽ കളറിലായിരിക്കും. അതായത് എല്ലാ വശത്തും പെയിൽ കളറായിട്ടായിരിക്കും ഇവരുടെ വെൻട്രൽ സൈഡ് കാണാൻ പറ്റുന്നത്. ഈ ഫ്രോഗ്സ് ഒരിക്കലും വാട്ടർ കുടിക്കാറില്ല. പകരം യൂഷ്വലി ഇവര് അവരുടെ സ്കിന്നിലൂടെ ആയിരിക്കും വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രോഗിന്റെ ബോഡിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ബോഡി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഹെഡ് ആൻഡ് ട്രങ്ക്. ഇവരിലെ നെക്ക്, ടെയിൽ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ആബ്സെന്റ് ആയിരിക്കും. പിന്നീട് ഈ ഫ്രോഗ്സിന്റെ മൗത്തിന് മുകളിലായിട്ട് എ പെയർ ഓഫ് നോസ്ട്രിൽസ് കാണാൻ പറ്റും, അതായത് നോസിന്റെ ഓപ്പണിങ്സ് കാണാൻ പറ്റും. ഇതുകൂടാതെ ഇവരുടെ ഐസ് എന്ന് പറയുന്നത് വളരെ ബൾജ് ചെയ്തിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ ഐസിൽ ഇവർക്ക് നിക്കിറ്റേറ്റിംഗ് മെംബ്രെയിൻ കാണാൻ പറ്റും. ഈ മെംബ്രെയിൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇവരെ വാട്ടറിലൂടെ പോകുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിക്കിറ്റേറ്റിംഗ് മെംബ്രെയിൻ കാണുന്നത്. ഇവരുടെ കണ്ണിന് ഇരുവശങ്ങളിലായിട്ട് എയ്തർ സൈഡ് ഓഫ് ദി ഐസ് നമുക്ക് ടിംപാനം കാണാൻ പറ്റും. ടിംപാനം എന്ന് പറയുന്നത് ഇവരുടെ ഇയർ ആണ്. ഈ എക്സ്റ്റേണൽ ഇയർ ആയിട്ടുള്ള പിന്നെ ഇവർക്കില്ല, പകരം ടിംപാനം ആയിരിക്കും ഇവർക്ക് കാണാൻ പറ്റുന്നത്. ഇതിലൂടെ ആയിരിക്കും ഫ്രോഗ്സിന് സൗണ്ട് സിഗ്നൽസ് കിട്ടുന്നത്. നെക്സ്റ്റ് ഇവരുടെ ലിംസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് 4 ലിംസും ഹൈൻഡ് ലിംസും കാണാൻ പറ്റും. പ്രോബ്ലം ഈ 4 ലിംസും ഹൈൻഡ് ലിംസും യൂസ് ചെയ്തിട്ടാണ് ഇവര് സ്വിമ്മിങ്, വാക്കിംഗ്, ലീപ്പിംഗ് ആൻഡ് ബറോവിംഗ് തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത്. ഇവരുടെ ഹൈൻഡ് ലിംസിൽ 5 ഡിജിറ്റ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്, 5 വിരലുകളായിരിക്കും കാണാൻ പറ്റുന്നത്. കൂടാതെ 4 ലിംസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലാർജർ ആൻഡ് മസ്കുലാർ ആയിരിക്കും ഹൈൻഡ് ലിംസ് എന്ന് പറയുന്നത്. ഇവിടെ 4 ലിംസിൽ 4 ഡിജിറ്റ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്, 4 വിരലുകളായിരിക്കും ഉണ്ടാവുന്നത്. മാത്രമല്ല ഇവരുടെ ഫീറ്റ്സ്, ഇവരുടെ കാലുകളെല്ലാം തന്നെ വെബ്ഡ് ആയിരിക്കും, അതായത് ഓരോ ഡിജിറ്റ്സ് തമ്മിലും ഇങ്ങനെ കണക്ഷൻ കാണാൻ പറ്റും. ഇത് എന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ഇവർക്ക് സ്വിമ്മിങ്ങിന് വേണ്ടിയായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ വെബ്ഡ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ഇവർക്ക് സ്വിമ്മിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ ഫ്രോഗ്സിൽ സെക്ഷൽ ഡൈമോർഫിസം കാണാൻ പറ്റും. ഈ മെയിൽ ഫ്രോഗ്സിന് സൗണ്ട് പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരു വോക്കൽ സാക്ക് പ്രസന്റ് ആയിരിക്കും. ഇത് ഫീമെയിൽ ഫ്രോഗ്സിൽ ആബ്സെന്റ് ആയിരിക്കും. അതുകൂടാതെ കോപ്പുലേറ്ററി പാഡ് കാണാൻ പറ്റും. ഈ കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുന്നത് മെയിൽസിൽ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. ഈ കോപ്പുലേറ്ററി പാഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി 4 ലിംബ് ആയിരിക്കും. 4 ലിംസിന്റെ ആദ്യത്തെ വിരലിലായിരിക്കും ഈ കോപ്പുലേറ്ററി പാഡ് കാണാൻ പറ്റുന്നത്.
പറ്റുന്നത്. അതുകൂടാതെ വോക്കൽ സാക്ക് തുടങ്ങിയതൊക്കെ തന്നെ ഫീമെയിൽ ഫ്രോഗ്സിൽ ആബ്സെന്റ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രോഗിന്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫ്രോഗിന്റെ അനാട്ടമി, അതിൽ വരുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ സ്റ്റഡി ബോട്ടണിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.